Let's go. പൻവേലെത്തി. കുറേ നാളായിട്ട് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ജയ്പൂർ വ്ളോഗാണിത്. ജൂറിയും തിരക്കുമൊക്കെ ആയിട്ട് ഒരു പൊടി സമയം കിട്ടിയിട്ടില്ല. തുടക്കത്തിൽ തന്നെ ട്രെയിനിലെ ഫുഡ് കഴിച്ച് പണി വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എറണാകുളത്തെ പാതകളിലൂടെ നടക്കുകയാണ്. ആദ്യം ഒരു ഷോപ്പിൽ കയറിയെങ്കിലും അവിടെ കുറച്ച് കടി കൂടുതലായതുകൊണ്ട് നമ്മളിങ്ങ് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ തന്നെ സൈഡിലുള്ള ഒരു തട്ടുകടയിൽ കയറി പൊറോട്ടയും മുട്ടക്കറിയും ദോശയൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇനി നടന്നു. നമ്മൾ മാമയ്ക്ക് ടാറ്റ നമ്മളല്ല സുഹാന മാമയ്ക്ക് ടാറ്റ പറയാൻ പോവുകയാണ്. സുഹാന വന്ന് തൊലിക്കുന്നതാണ്. സുഹാനല്ലേ ഇരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു ധാരണയായല്ലോ, ഈ ട്രിപ്പിലെ മെയിനർ ഞാൻ തന്നെയാണ്. രാത്രി ഏകദേശം 2 മണിയായപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സുപ്രഭാതത്തിൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും കോളേജിലെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് ഇതാ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള സമയം. അത് കഴിച്ചതാ ഉറങ്ങി വന്നപ്പോഴത്തേക്ക് ഡിന്നറിനുള്ള സമയമായി. ശരിക്കും ഇവിടെ അല്ലേ? ഞാനല്ല ഗൈസ്, അവൻ തന്നെയാണ് അത് പറഞ്ഞത്. ശരിക്കും അവിടെ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ആ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ പൻവേയിലെത്തിയേക്കാണ് ഗൈസ്. ആ കൊണ്ടുവന്ന ഒരു ബാഗ് എൻ്റെയാണ് കേട്ടോ, പാവം. നമ്മൾ ഇവിടെ നിന്ന് കണക്ഷൻ ട്രെയിൻ എടുത്തിട്ടാണ് ജയ്പൂരിലേക്ക് പോകുന്നത്. അപ്പം നമ്മളിവിടെ ലോക്കൽ ട്രെയിനിൽ നിന്ന് ഛത്രപതി ശിവാജിയിലേക്ക് നേരെ പോകും. പിന്നെ അവിടെ നിന്ന് ഒരു ദിവസം ഫുള്ള് മുംബൈ കറങ്ങാൻ കിട്ടും. അത് കഴിഞ്ഞ് മുംബൈയിലെത്തുന്ന വീഡിയോയും മുംബൈയിൽ നിന്ന് ജയ്പൂരിൽ പോകുന്ന വീഡിയോയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുവരെ ബൈ.